മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് തലമുടി നല്ല രീതിയിൽ വളരാനായിട്ട് നല്ലൊരു ഹെയർ കെയർ സോപ്പ് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. ഇതുപോലെ ഉണ്ടല്ലോ, ത്രിഫല വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മളെ താളിയൊക്കെ തലയിൽ തേക്കത്തില്ലേ, അതിൻ്റെ അതേ ഒരു ഗുണം കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സോപ്പ് ബേസ് എടുത്തിട്ട് ചെറിയൊരു 100 ഗ്രാമോളം വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം സോപ്പ് ബേസും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന മൗൾഡൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ കയറി വാങ്ങിച്ചു കേട്ടോ. ഇത് ത്രിഫലയുടെ പൗഡർ കേട്ടോ. അപ്പം അമ്മമാർക്ക് അറിയായിരിക്കും, ത്രിഫല എന്ന് പറയുന്നത് കടിക്കയും താന്നിക്കയും നെല്ലിക്കയുടെയും പൗഡർ. അപ്പോൾ ഇത് മൂന്നും മുടി വളരാനൊക്കെ ആയിട്ട് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ത്രിഫല. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. താളി തേക്കുന്ന പോലെ തന്നെ ഒരു ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ത്രിഫല പൊടി എടുക്കുക, എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം കറ്റർവാഴ ഉള്ളവർക്ക് മുറിച്ചിടാം. സവാള ഉണ്ടെങ്കിൽ ഒരു പകുതി അത് മുറിച്ചിട്ടോ കേട്ടോ. ത്രിഫലയുടെ പൊടിയാണ് ഞാൻ ഫസ്റ്റ് ഇട്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഞാനിപ്പോൾ ഒരു കുറച്ച് നെല്ലിക്കയുടെ പൗഡർ വേറെ എക്സ്ട്രാ ചേർത്തു എന്നുള്ളൂ. വെള്ളം ചേർക്കാണ്ട് കറ്റർവാഴ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ അതിലുള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഇട്ടങ്ങ് അടിച്ചെടുത്തു. കറ്റർവാഴ ഇല്ലാത്തവർക്ക് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ സോപ്പ് ബേസ് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇത് നുറുക്കാനായിട്ട് ഇറക്കി വെച്ചേക്കുന്ന കേട്ടോ. നല്ല രീതിയിൽ പാല് പോലെ ഇത് ഉരുക്കി കിട്ടും. ഇതിങ്ങനെ ഈ സോപ്പ് ബേസ് വെള്ള കളറിൽ വന്നേക്കുന്നത് ഇത് മിൽക്ക് സോപ്പ് ബേസ് ആയതുകൊണ്ടാണ് വെള്ള കളർ. ചിലത് നമ്മൾ ഈ ചില്ല് പോലത്തെ സോപ്പ് ബേസ് ഉണ്ട്, എന്താ നമ്മുടെ ഈ പിയേഴ്സ് സോപ്പൊക്കെ ഉണ്ടാക്കി വരുന്ന പോലത്തെ 2 രീതിയിലുള്ള സോപ്പ് ബേസ് ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്കിതിങ്ങനെ ഉരുക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒരു വൈറ്റമിനിയുടെ ക്യാപ്സൂളും കൂടെ നിങ്ങൾ പൊട്ടിച്ചെടുത്ത് ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റില്ലേ, ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ. അപ്പോൾ ഈ ത്രിഫലയുടെ പൗഡറും സോപ്പ് ബേസും വൈറ്റമിൻ ഇ ക്യാപ്സൂളും നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൗൾഡൊക്കെ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ മലയാളത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി, ലിങ്ക് ഉണ്ട്, കയറി വാങ്ങിച്ചു. ഓഫർ പ്രൈസിൽ വാങ്ങാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ തലയിൽ തേക്കുന്ന ഓയിൽ ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തേക്കുന്നത് ആവണക്കെണ്ണയാണ്. തലയിലെ ഹെയർ സോപ്പ് ആയതുകൊണ്ട് ഇത്തിരി ആവണക്കെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രാഗ്രൻസാണ്, ഞാൻ 2 തുള്ളി ഇട്ടു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇല്ലാത്തവർക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സോപ്പില്ലേ, അത് ഇനി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാലും മതി, ഏതായാലും കുഴപ്പമില്ല കേട്ടോ, മണം വേണമെങ്കിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് കൂട്ടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൗൾഡിലേക്ക് ഒഴിക്കാം. ഈ മൗൾഡില്ലാത്തവർ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കുപ്പിയില്ലേ, കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി. അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ നിങ്ങൾ എണ്ണ തൂത്തിട്ട് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നേരം സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഫ്രിഡ്ജിലാണ് വെക്കണമെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. കാരണം ഇപ്പം മഴയല്ലേ, വെളിയിൽ നമ്മൾ ഇരുന്ന് സെറ്റാകാൻ നോക്കി കുറച്ച് താമസമൊക്കെ വരും. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താട്ടോ ഒരു 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ സെറ്റായി കിട്ടി. നല്ല പതയൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ കാണട്ടോ. ബൈ.